بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സൂറത്തു യാസീനാണ് പഠിക്കുന്നത്. ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. 5-ാമത്തെ ആയത്ത് ഒന്ന് വിശദീകരിക്കാനുണ്ട്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സംസാരിക്കുന്നത്. സൂറത്ത് യാസീന്റെ ആരംഭം തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകളാണ്. അതിൽ 5-ാമത്തെ ആയത്ത് لتنذر قوما ما أنذر آباؤهم فهم غافلون. لتنذر ഈ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അവതരിപ്പിക്കുന്നത് ലിതുൻദിറ താങ്കൾ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ്. ഖൗമൻ ഒരു സമൂഹത്തിൽ, മാ ഉൻദിറ ആബാഉഹും അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. അപ്പം പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെടാത്ത ഒരു സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാനാണ് ഈ ഖുർആൻ താങ്കളിലേക്ക് അവതരിപ്പിക്കുന്നത്. ഫഹും ഗാഫിലൂൻ അവർ അശ്രദ്ധവാന്മാരായിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് മക്കക്കാരെയാണ്, അറബികളെയാണ്. കാരണം അറബികൾക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ് പ്രവാചകൻ. അതിനുശേഷം ഒരു പ്രവാചകൻ വന്നിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് വരെ. അവിടെ ചില ചരിത്രങ്ങൾ അവിടെ പഠിക്കാൻ അനിവാര്യമാണ്. എന്നാൽ ആ ആയത്ത് നമുക്ക് ബോധ്യപ്പെടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ പിതാവ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ ഇസ്ഹാഖ്, ഇസ്മായിൽ. ഇസ്ഹാഖിൽ നിന്നാണ് യാക്കൂബ്, യാക്കൂബിൽ നിന്നാണ് ബനു ഇസ്രായേൽ. യാക്കൂബ് നബിക്ക് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും ബനു ഇസ്രായേലാണ് വന്നത്. ഈ സൈഡിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. പിന്നെ അവിടുന്ന് പ്രവാചകന്മാരില്ല അറബികളിലേക്ക്. പിന്നെ പ്രവാചകനായിട്ട് വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിന്റെ റസൂല് മക്കയിലേക്ക് വരുമ്പോൾ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആ മക്കയിൽ എന്തില്ല, മുൻപ് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് മുൻപ് താക്കീത് നൽകപ്പെടാത്ത ഒരു വിഭാഗത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അഥവാ വേദഗ്രന്ഥം നൽകപ്പെടാത്ത ആൾക്കാർ. നമ്മളൊന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ബോധ്യപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാന് ഈ അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തിയെ നരകത്തിൽ ഞാൻ കണ്ടു. യജുറു ഖുസ്ബഹു ഫിന്നാർ, അവന്റെ കുടൽമാലകള് നരകത്തിൽ ഇങ്ങനെ പുറത്തേക്കിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു. അവൻ ചെയ്ത തെറ്റെന്താണ്? ഹുവ അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന ആ ദീൻ ആദ്യമായി വികലമാക്കിയത് അംർ ബിൻ ലുഹൈ അൽ ഖുസാഇ എന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ചരിത്രം ആദ്യം മുതൽ കൊണ്ടുവരണം, അപ്പൊ ബോധ്യപ്പെടും. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് സ്വർഗത്തിലായിരുന്നു, താമസം സ്വർഗത്തിലായിരുന്നു.
പിന്നീട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനക്ക് ധിക്കാരം കാണിച്ചപ്പോ ഭൂമിയിലേക്ക് അയച്ചു ആദം ദമ്പതികൾ, ആദം ഹവ്വ ദമ്പതിമാര്. അന്ന് ആദം നബി അലൈഹിസ്സലാം തൗഹീദിലാണ്, ഇസ്ലാമിലാണ്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്ന് പിന്നെ അതെന്താ പറയുന്നത്, ആദം ആ ആൺ പെൺ ബന്ധത്തിലൂടെ അള്ളാഹു മനുഷ്യകുലത്തെ സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് മനുഷ്യർ പെറ്റുപെരുകിയ ഭൂമിയിൽ. ആദം നബി അലൈഹിസ്സലാമിന് 40 മക്കളാണ്. 20 പ്രസവത്തിൽ 40 മക്കൾ. അതില് ഹാബീലിനെ കൊന്നു. അതിന്റെ പകരമായിട്ടാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം എന്ന് ഒരഭിപ്രായം. അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ 6ാമത്തെ മകനാണ്, 6ാമത്തെ പരമ്പര. ആദം നബി അലൈഹിസ്സലാമിന്റെ 6ാമത്തെ പരമ്പരയാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാം. അങ്ങനെ 2 അഭിപ്രായങ്ങളാണുള്ളത്. അവരെല്ലാവരും ആരായിരുന്നു? ഇസ്ലാമിലായിരുന്നു, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദ. ഈ സമുദായം, മനുഷ്യര് എല്ലാവരും ഒരു ഉമ്മത്തായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ ഭിന്നിച്ചു. എല്ലാവരും ഇസ്ലാമിലായിരുന്നു, പിന്നീട് അവർ ഭിന്നിച്ചു. മറ്റൊരായത്ത് പറയാണ്, കാന അന്നാസു ഉമ്മതൻ വാഹിദ. മനുഷ്യര് എല്ലാവരും ഒറ്റൊരു ഉമ്മത്തായിരുന്നു, എല്ലാവരും ഇസ്ലാമിലായിരുന്നു, മുവഹിദീങ്ങളായിരുന്നു. ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തിന്? മുബശ്ശിരീന വമുൻദിരീൻ. തൗഹീദിൽ ബാക്കിയായ മുവഹിദീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ടും ആ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയ മുശ്രിക്കീങ്ങൾക്ക് താക്കീത് നൽകിക്കൊണ്ടും. അപ്പോൾ മനുഷ്യന്റെ അസ്ൽ എന്താണ്? അടിസ്ഥാനം തൗഹീദാണ്, ഇസ്ലാമാണ്. കാരണം ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതം അന്നില്ല, എല്ലാവരും ഇസ്ലാമിലായിരുന്നു. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിന്റെ 10ാമത്തെ തലമുറ നമ്മൾ പറഞ്ഞു. ഇദ്രീസ് നബി അലൈഹിസ്സലാം 6ാമത്തതാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് മുത്തവശ്ശിലഹ്, 7ാമത്തെ ആൾ. മുത്തവശ്ശിലഹിന്റെ മകനാണ് അഫ്ലാഖ്, ആര്? 8ാമത്തെ ആള്. അദ്ദേഹത്തിന്റെ മകനാണ് നൂഹ് നബി അലൈഹിസ്സലാം, 9ാമത്തെ ആള്. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കാലഘട്ടം വരെ എല്ലാവരും തൗഹീദിലായിരുന്നു, ഇസ്ലാമിലായിരുന്നു. ഇസ്ലാം അല്ലാത്ത വേറെ മതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹാബി പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ, ഖുർആന്റെ വ്യാഖ്യാനം ഈ ഉമ്മത്തിൽ ഏറ്റവും അറിയുന്ന ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിന് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വുളൂ ചെയ്യാൻ വരാണ്. അപ്പൊ അബ്ദുല്ലാഹ് അബ്ബാസ് എന്ത് ചെയ്തു? റസൂലിന് വെള്ളം എടുത്തു കൊടുത്തു, വുളൂവിന്റെ വെള്ളം എടുത്തു കൊടുത്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നെഞ്ചിലേക്കൊന്ന് തടവി, അബ്ദുല്ലാഹ് അബ്ബാസിന്റെ നെഞ്ചിലേക്ക് തടവി. എത്ര പ്രായം ഉണ്ടായിരുന്നു? ചെറിയ പ്രായക്കാരനായിരുന്നു. കാരണം റസൂൽ ഹിജറ വരുമ്പോൾ അബ്ദുല്ലാഹ് അബ്ബാസിന് 3 വയസ്സാണ്. റസൂൽ എപ്പോൾ മരണപ്പെട്ടത്? ഹിജറ 11. മക്കളെ, അള്ളാന്റെ റസൂലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. നമ്മളെ നേതാവാണ്, അല്ലേ? നമ്മളെ നേതാവിനെ കുറിച്ച് നമുക്കറിയില്ല, ബാക്കി ആരെ കുറിച്ചെല്ലാം അറിയാം. ഞാൻ പറയുന്നില്ല, ഈ സദസ്സിലെ പറയുന്നില്ല ആ പേരുകളൊന്നും. നമ്മളെ റസൂലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയാൻ നാണക്കേട് വന്നു. പഠിച്ചേ മതിയോ, റസൂലിനെ കുറിച്ചും സഹാബാക്കളെ കുറിച്ചും പഠിച്ചേ മതിയാവും. ഉമ്മമാരെ ശ്രദ്ധിക്കുക, ഉപ്പമാരെ ശ്രദ്ധിക്കുക. മക്കളെ സഹാബാക്കളെ പരിചയപ്പെടുത്തണം, അല്ലാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തണം. ഹിജറ 11 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ജനിക്കുന്നത് ഹിജറക്ക് 3 വർഷം മുമ്പ്. അപ്പൊ റസൂൽ വഫാത്താകുമ്പോൾ എത്ര വയസ്സുണ്ടാവും? 13 അല്ലെങ്കിൽ 14. ചെറിയ പ്രായക്കാരനാണ്. മക്കളെല്ലാവരും പഠിക്കണം, റസൂലിനെ സംബന്ധിച്ച് പഠിക്കണം എല്ലാവരും. ഇല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത്? നമ്മുടെ നേതാവിനെ കുറിച്ച് അറിയില്ലെങ്കിൽ
നിങ്ങളൊന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിച്ചു നോക്കിയാൽ അവിടെ നേതാക്കന്മാരെ കുറിച്ചിട്ട് ഓരോ കുടുംബക്കാരടക്കം പറഞ്ഞു തരൂലേ? നമുക്ക് നമ്മുടെ റസൂലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ എന്ത് മഹബത്ത് നമുക്കുള്ളത് എന്താ റസൂലിന്റെ? നമ്മൾ മനസ്സ് കൊണ്ടെടുക്കേണ്ട ആളല്ലേ, നമ്മുടെ നേതാവല്ലേ. വേറെ ആരാ ഉള്ളത് റസൂലിനെ കൊണ്ടെടുക്കാൻ? ഇവിടുത്തെ ആൾക്കാരാണ്. റസൂലിന്റെ സുന്നത്തിനെ കുഴിച്ചു കൊടുക്കുന്ന ആൾക്കാർ, റസൂലിന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്ന, അല്ലാതെ റസൂലിനെ നെഞ്ചോട് ചേർക്കേണ്ടവരാണ് നമ്മൾ. റസൂലിന്റെ സുന്നത്തിനെ അങ്ങനെ പിൻപറ്റുക, റസൂലിന്റെ മനസ്സ് കൊണ്ട് നടക്കുക, അതല്ലേ സ്നേഹം. 24 മണിക്കൂറും ഓരോ സെക്കൻഡിലും ആ സ്നേഹം നാം പ്രകടിപ്പിക്കണം. റസൂലിനെ കുറിച്ച് പഠിക്കണം, റസൂലിന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയണം, പറയണം. അല്ലെങ്കിൽ അത് വലിയ അബദ്ധാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ്. ആ ചെറിയ പ്രായമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി അബ്ബാസിന്റെ നെഞ്ചത്ത് ഇങ്ങനെ തടവി, എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅവീൽ. അല്ലാഹുവേ, ദീൻ നീ ഇവനെ പഠിപ്പിക്കണം, ഖുർആന്റെ വ്യാഖ്യാനം നീ ഇവനെ പഠിപ്പിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അതുകൊണ്ട് തന്നെ റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്ന സഹാബിയാണ്. ഖുർആന്റെ എല്ലാ വ്യാഖ്യാനവും അറിയാം. അതിൽ നിന്ന് വേറൊരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കൾ കേൾക്കുന്ന രീതിയിൽ ദുആ ചെയ്യണം. അത് മക്കളെ വല്ലാതെ വളർത്തും, മാനസികമായിട്ട് വളർത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോയപ്പോൾ റസൂൽ എന്നെ എടുത്ത് വലത് തുടയിൽ ഇരുത്തി. ശേഷം ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു വന്നു. ഹസൻ ബിൻ അലിനെ ഇടത് തുടയിലേക്ക് കയറ്റിയിരുത്തി. എന്നിട്ട് നമ്മൾ രണ്ടാളെയും അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അർഹംഹുമ. അല്ലാഹുവേ, ഇവർ രണ്ടാൾക്കാരോടും ഞാൻ കരുണ കാണിക്കുന്നു. ഫർഹംഹുമ, നീയും ഇവർ രണ്ടാളോടും കരുണ കാണിക്കണേ. അത് ഉസാമത്ത് ബിൻ സയ്യിദ് പറയാണ്, റസൂൽ നമുക്ക് വേണ്ടി ദുആ ചെയ്തു. അപ്പൊ മക്കൾ കേൾക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അത് മക്കളെ മാനസികമായിട്ട് വളർത്തുന്നു. നല്ല ഉന്മേഷം ഉണ്ടാവും, അവർ മനസ്സിന് താക്കത്തുണ്ടാവും. അപ്പൊ ആ ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പൊ ആ ഒരു ദുആ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആന്റെ ബറക്കത്താണ്. അങ്ങനെയുള്ള സഹാബി പറയാണ്, കാന ബൈന നൂഹിൻ വആദമ 10 ഖുറൂൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 10 തലമുറ ജീവിച്ചിരുന്നു. 10ാമത്തെ തലമുറയിലാണ് നൂഹ് നബി അലൈഹിസ്സലാം ആദ്യത്തെ റസൂലായിട്ട് വരുന്നത്. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്. ആ 10 തലമുറ എല്ലാവരും എന്തായിരുന്നു? ഹക്കിലായിരുന്നു, തൗഹീദിലായിരുന്നു. ഫഖ്തലഫു, പിന്നീട് അവർ എന്ത് ചെയ്തു? ഭിന്നിച്ചു. ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. ആ ഭിന്നിച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത്, നൂഹ് നബി അലൈഹിസ്സലാമിനെ റസൂലായിട്ട് നിയോഗിച്ചത്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്ത്? നബി, റസൂൽ, അല്ലെ? നബി എന്നും പറയാണ്ട് റസൂൽ എന്നും പറയേണ്ടത്. വ്യത്യാസം രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം റസൂലാണ്, ഹാറൂൻ നബി അലൈഹിസ്സലാം നബിയാണ്, ഈസാ നബി അലൈഹിസ്സലാം റസൂലാണ്, പിന്നെ ഷുഐബ് നബി അലൈഹിസ്സലാം നബിയാണ്, അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം റസൂലാണ്. അങ്ങനെ എല്ലാ റസൂലും നബിയാണ്. പക്ഷെ എല്ലാ നബിമാരും ആരല്ല? റസൂലല്ല. റസൂൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ശരീഅത്ത് ഉണ്ടാവും, ഒരു ദീൻ ഉണ്ടാവും. ആ ശരീഅത്തിലേക്കാണ് ജനങ്ങളെ ദഅവത്ത് ചെയ്യുക. അവർക്ക് കിതാബ് ഉണ്ടാവും, ആ ശരീഅത്തിലേക്കാണ് ദഅവത്ത് ചെയ്യുക. നബിമാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്, നിലവിലുള്ള മുസ്ലിം സമൂഹത്തിന് തർബിയത്ത് കൊടുക്കാനാണ് നബിമാര്. ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്ത്, പുതിയ ശരീഅത്തിലേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം ക്ഷണിച്ചത്, ദഅവത്ത് ചെയ്തത്. ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിലേക്കാണ് ക്ഷണിച്ചത്. അപ്പൊ ആ ബനൂ ഇസ്രായേലിന്റെ തർബിയത്തിന് വേണ്ടിയിട്ടാണ് ഹാറൂൻ നബി അലൈഹിസ്സലാം വന്നത്. അതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ എല്ലാ റസൂലും ആരാണ്? നബിയാണ്. പക്ഷെ എല്ലാ നബിയും റസൂലല്ല. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാം. അപ്പൊ അതിന്റെ മുമ്പ് ഉള്ള ആൾക്കാരാണ്? നബിമാരാണ്. അവർ മുസ്ലിങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ളവരാണ്. അപ്പൊ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, അവർ കാഫിറുകൾ ഉണ്ടായിരുന്നില്ല, മുശ്രിക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലിന്റെ ആവശ്യമില്ലാതിരുന്നത്. തിരിയുന്നില്ലേ? അപ്പൊ ആദ്യത്തെ
ആദം നബി അലൈഹിസ്സലാം, ഷീസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, പിന്നെയാണ് നൂഹ് റസൂലായിട്ട് വന്നത്. ആ ബാക്കിയുള്ളവരൊക്കെ നബിമാരാണ്. കാരണം എന്തില്ല, റസൂലിന്റെ ആവശ്യമില്ല, പുതിയ ശരീരത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ഇസ്ലാമിൽ അവർക്ക് തർബീയത്ത് കൊടുത്താൽ മതി. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആദ്യത്തെ 10 തലമുറ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു, തൗഹീദിലായിരുന്നു. പിന്നീടാണ് അവർക്ക് ശിർക്ക് സംഭവിച്ചത്. രണ്ടായി തിരിഞ്ഞു. ഒരു വിഭാഗം ഇസ്ലാമിൽ അവശേഷിച്ചു, മറുവിഭാഗം മുശ്രിക്കീങ്ങളായിട്ട് പോയി. എങ്ങനെ ശിർക്ക് വന്നു അതൊന്ന് പഠിക്കണം. മനുഷ്യ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ശിർക്ക് വന്നത്? അള്ളാഹു ഇങ്ങനെ ഒരു മതം ഉണ്ടാക്കിയിട്ട് ഭൂമിയിലേക്ക് ഇട്ടതാണോ? നമ്മളങ്ങനെ വിചാരിച്ചു. കുറേ മതങ്ങൾ മനുഷ്യന്മാരെല്ലാം കൂടിയിട്ട് ഒരു മതം ഉണ്ടാക്കിയതാണോ? കുറെ ആൾക്കാർ ജനിക്കുമ്പോൾ കാഫിറായി ജനിച്ചു, കുറെ ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ മുസ്ലിമായിട്ട് ജനിച്ചു. ഈ കാലഘട്ടത്തിലുള്ള പോലെ അത് ശരിക്കും മനസ്സിലാക്കണം. എന്നാൽ നമുക്ക് തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ കഴിയും. എല്ലാവരും ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. പിന്നീടാണ് അവർക്ക് ശിർക്ക് സംഭവിക്കുന്നത്. ആദ്യമായി ശിർക്ക് സംഭവിച്ചത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിൽ അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അവരിൽ ചെന്ന് ദഅവത്ത് ആരംഭിച്ചു, തിരിച്ച് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവർ തൗഹീദിലായിരുന്നു, പിന്നെ മുശ്രിക്കായതാണ്, ശിർക്കിലേക്ക് പോയതാണ്. അവരെ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിച്ചു. അപ്പൊ അതിലുള്ള നേതാക്കന്മാർ അവർ പറഞ്ഞ വാക്കാണ് വഖാലു ലാ തദറുന്ന ആലിഹതകും. ആ നേതാക്കന്മാർ അണികൾക്ക് പറഞ്ഞു കൊടുക്കാണ്, ലാ തദറുന്ന ആലിഹതകും, അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ ഇലാഹുമാരെ, നിങ്ങൾ ആരാധിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കരുത്, അവരെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂത വയഊഖ വനസ്റ. 5 ആൾക്കാരുടെ പേര് പറഞ്ഞു. അള്ളാഹുവിന് പുറമെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ ആദ്യമായിട്ട് ശിർക്ക് സംഭവിച്ച, അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്യപ്പെട്ട ആ 5 ആൾക്കാരുടെ, 5 ഇലാഹുമാരുടെ പേര് സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ 5 ആൾക്കാരായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സഹാബിയെ കുറിച്ച് പറയുമ്പോൾ സഹാബിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം ആരായിരുന്നു ആ സഹാബി. റസൂലിന്റെ ഭാര്യയുടെ ആരാ? അളയപ്പാര മകനുമാണ്. അതുപോലെ തന്നെ മൈമൂന റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന്റെ ഉമ്മാന്റെ സഹോദരിയാണ്. റസൂലിന്റെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ മൈമൂന റളിയല്ലാഹു അൻഹ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന്റെ ഖാലത്താണ്, ഉമ്മയുടെ സഹോദരിയാണ്. ഇപ്പൊ 2 ബന്ധത്തിലൂടെ റസൂലിന് അത്ര അടുത്ത ബന്ധമാണ്. ഒന്ന് അളയപ്പാര മോനാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ, മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പലപ്പോഴായിട്ട് രാത്രി അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു താമസിച്ചിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ റസൂലിന്റെ രാത്രിയുടെ നിസ്കാരത്തെ സംബന്ധിച്ചും രാത്രിയുടെ ഇബാദത്തുകളെ സംബന്ധിച്ചും കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സഹാബിയുടെ പേര് പറയുമ്പോൾ നമുക്ക് ആ സഹാബിനെ കുറിച്ചിട്ട് മനസ്സിൽ വരണം. ഇൻഷാ അല്ലാഹ്. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പറയപ്പെട്ട 5 ആൾക്കാർ വദ്, സുവാഅ്, യഊഖ്, യഊസ്, നസ്ർ അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. ആരാണ് അവര്? ബിംബങ്ങളല്ല, ഇന്ന് കാണുന്ന ആർക്ക് ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല, ഊഹങ്ങളിൽ ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ല, അയാൾ വെറും കഥാപാത്രങ്ങളല്ല. അവർ ആരായിരുന്നു? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മരിച്ചുപോയ മഹത്തുക്കളുടെ, സാലിഹീങ്ങളുടെ പേരുകളാണത്. അപ്പൊ ആദ്യമായിട്ട് ശിർക്ക് നടന്നത് ആരോടെയാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെ പേരിലൂടെയാണ്. ആ രംഗം എങ്ങനെയാണ് ശിർക്ക് അവരിലേക്ക് വന്നത്? ഇവരിലൂടെ, ഈ മഹത്തുക്കളിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ അഥവാ മുസ്ലിങ്ങളായ ആ വിഭാഗത്തിൽ എങ്ങനെയാണ് ശിർക്ക് വന്നത്? അത് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് പറയാണ്, ഫലമ്മ ഹലകു, ആ മഹത്തുക്കൾ, ആ 5 മഹത്തുക്കൾ അവരിൽ ജീവിച്ചവരാണ്. ഫലമ്മ ഹലകു, അങ്ങനെ അവർ മരണപ്പെട്ടപ്പോൾ ഔഹ ശൈത്വാനു ഇലാ ഖൗമിഹിം, ആ 5 ആൾക്കാരും മരണപ്പെട്ടവരെ ഖബറടക്കി. അതിനുശേഷം ശൈത്താന് ആ സമൂഹത്തിലേക്ക് വന്നു. എന്നിട്ട് അവരിങ്ങനെ മന്ത്രിച്ചു, അനിൻസുബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസാബ. ആ മഹത്തുക്കൾ ജീവിതകാലത്ത് ഇബാദത്തുകൾ ചെയ്തിരുന്ന സ്ഥലം, ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പിശാച് അവരെ മന്ത്രിച്ചു. എന്തിന്? അവർ അത്രയും അവരെ സ്നേഹിക്കുന്നുണ്ട്. ആ സമൂഹം ആ മഹത്തുക്കൾ അത്രയും ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. കാരണം അത്രയും മഹത്തുക്കളാണ്, സ്വാലിഹ്യങ്ങളാണ്. അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്.
സ്വാലിഹ്യങ്ങൾ ആ ജനത എന്ത് ചെയ്യും? സ്നേഹിക്കും, ആദരിക്കും, ബഹുമാനിക്കും. ആ ബഹുമാനം കുറച്ച് അധികമായതാ പ്രശ്നം. അധികമാകാൻ പാടില്ല. ഔലിയാക്കളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. കാരണം എന്താ? അവർ അല്ലാഹുവിന്റെ അടുത്ത ആൾക്കാരാണ്. ഇബാദത്തിലൂടെ, തഖ്വയിലൂടെ, തൗഹീദിലൂടെ അവർ അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയാൻ പാടില്ല. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഔലിയാക്കന്മാരില്ലാന്നോ, ഔലിയാക്കന്മാരെ സ്നേഹിക്കണ്ടെന്നോ, ഔലിയാക്കന്മാരെ ബഹുമാനിക്കണ്ടെന്നോ ആരും പറയില്ല. അഹ്ലുസുന്നയിൽപ്പെട്ട ആരും അങ്ങനെ പറയില്ല. നമ്മൾ പറയുന്നില്ല, പറയുകയും ചെയ്യൂല. പക്ഷെ ഔലിയാക്കന്മാരുണ്ട്. കാരണം അവർ അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയവരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത ദറജയിലുള്ളവരാണ് ഔലിയാക്കൾ. മുവഹിദീങ്ങളാണ് അവർ. തൗഹീദിൽ ഒരു കളങ്കവും ഇല്ലാത്ത ആൾക്കാരാണ്. സുന്നത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആൾക്കാരാണ്. അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നമ്മളവരെ സ്നേഹിക്കുന്നു, നമ്മളവരെ ബഹുമാനിക്കുന്നു. പക്ഷെ എന്തില്ല? അതിര് കവിയൂല. ഒരു പരിധിയുണ്ട് സ്നേഹത്തിനും ആദരവിനും ബഹുമാനത്തിനും. അവിടെ നിൽക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവർ ഇബാദത്ത് ചെയ്ത ആ സ്ഥലത്ത് അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ ശൈത്താൻ അവരെ മന്ത്രിച്ചു. വസമ്മൂഹാ ബിഅസ്മാഇഹിം, ആ രൂപങ്ങൾ ഉണ്ടാക്കുകയും ആ രൂപങ്ങൾക്ക് അവരുടെ പേരുകൾ നൽകാനും പിശാച് പറഞ്ഞു. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഫഫഅലു, അവർ അത് ചെയ്തു. അവിടെ ഇരുന്ന് ഓരോ ആൾക്കാരുടെ വീട്ടിൽ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി ആ രൂപങ്ങൾക്ക് അവരുടെ പേരും നൽകി. ഫലം തുഅബദ്, അന്നൊന്നില്ല ആ രൂപങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകളൊന്നും ചെയ്യപ്പെട്ടിരുന്നില്ല. രാവിലെയും വൈകുന്നേരം അവരിങ്ങനെ വന്ന് നോക്കും. അപ്പോൾ ഒരു സമാധാനം. അവർ മഹത്തുക്കളെ കാണുമ്പോൾ, സാലിഹ്യങ്ങളെ കാണുമ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം. രാവിലെ വരും, തിരിച്ചു പോകും. വൈകുന്നേരം വരും, കണ്ടിട്ട് തിരിച്ചു പോകും. ഹത്താ ഇദാ ഹലക ഉലൈക, അങ്ങനെ ആ ഒരു തലമുറ കഴിഞ്ഞു. പുതിയൊരു തലമുറ വന്നു. ജനങ്ങൾ ഇങ്ങനെ കാലം സഞ്ചരിച്ചുകൊണ്ടിരിക്കല്ലേ. ആ ഒരു തലമുറ കഴിഞ്ഞ് പുതിയൊരു തലമുറ വന്നു. വതനസ്സഖൽ ഇൽമു, ഈ രൂപങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് ആ പുതിയ തലമുറയിൽ ഇല്ലാതായി. ഇതെന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ഇവരാരാണ്? മഹത്തുക്കളാണെന്ന് അറിയാം. എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്? അതിന്റെ ഉദ്ദേശം ഒന്നും അവർക്കറിയില്ല. ആ ഇൽമ് ഇല്ലാതായി. ഫഉബിദത്, അങ്ങനെ ആദ്യമായിട്ട് ഭൂമിയിൽ അവർക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിച്ചു. അള്ളാഹുലേക്ക് എത്താൻ അവരോട് ചോദിച്ചു. ആ മഹത്തുക്കളിലൂടെ നമുക്ക് അള്ളാഹുലേക്ക് എത്താം എന്ന് പറഞ്ഞ് മഹത്തുക്കൾ മുമ്പിൽ നേർച്ചകൾ, വഴിപാടുകൾ നടത്താൻ തുടങ്ങി. ആ മഹത്തുക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ തുടങ്ങി. ആ മഹത്തുക്കളോട് അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ ബന്ധിപ്പിക്കണമെന്ന് ശഫാഅത്ത് തേടാൻ തുടങ്ങി. അവരോട് സഹായം ചോദിക്കാൻ തുടങ്ങി. അവരിൽ നിന്നും ബർക്കത്ത് പ്രതീക്ഷിച്ചു, അവരിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യ സമൂഹത്തിൽ ശിർക്ക് കടന്നു വരുന്നത്. അല്ലാതെ ആരെങ്കിലും പുതിയ മതം ഉണ്ടാക്കി അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ടതല്ല. മറിച്ച് മുസ്ലിമീങ്ങള് ആ മഹത്തുക്കളുടെ ഖബറിലൂടെ, അവരുടെ ആ ബിംബങ്ങളിലൂടെയാണ് ശിർക്കിലേക്ക് പോകുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം, അദ്ദേഹം പറയാണ്, അൽ മുശ്രികൂന അസ്ലുഹും സിൻഫാൻ, ഈ കാണുന്ന മുശ്രിക്കുകളിൽ അവരുടെ അടിസ്ഥാനം രണ്ട് വിഭാഗക്കാരാണ്. ശിർക്കിന്റെ അടിസ്ഥാനം രണ്ട് വിഭാഗമാണ്. ഒന്ന് ഖൗമു നൂഹിൻ, രണ്ട് ഖൗമു ഇബ്രാഹിം. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളുടെ ശിർക്ക്, രണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ശിർക്ക്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ ശിർക്ക്, അതിന്റെ അടിസ്ഥാനം എന്താണ്? അൽ ഉഖൂഫു അലാ ഖുബൂരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ മഹത്തുക്കളുടെ ഖബറിന്റെ അടുക്കൽ പോയി ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ശിർക്ക് തുടങ്ങുന്നത്. അഥവാ ആദ്യമായിട്ട് ഈ സമൂഹത്തിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് മഹത്തുക്കളുടെ, മരണപ്പെട്ട മഹത്തുക്കളുടെ പേരിലൂടെയാണ്. അവിടെ ഖബറിന്റെ അടുക്കിലൂടെയാണ് ശിർക്ക് കടന്നു വരുന്നത്. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, അവരിലുള്ള ശിർക്ക് എന്തായിരുന്നു? ഇബാദത്തുൽ നുജൂം, നക്ഷത്ര ഗോളങ്ങളെ ആരാധിക്കുക. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂര്യനെ സംബന്ധിച്ച് നമ്രൂദിനോട് സംസാരിച്ചതും ആ സമൂഹത്തിനോട് സൂര്യൻ ഉദിച്ച്, നക്ഷത്രം ഉദിച്ചപ്പോ ഇത് നക്ഷത്രമാണ് എൻ്റെ റബ്ബ്, നക്ഷത്രം പോയപ്പോ എൻ്റെ റബ്ബ് അങ്ങനെ പോകുന്നവനല്ല. ചന്ദ്രൻ വന്നു, ചന്ദ്രനാണ് എൻ്റെ റബ്ബ്, ചന്ദ്രൻ പോയപ്പോ അങ്ങനെ പോകുന്നവൻ എൻ്റെ റബ്ബല്ല. സൂര്യൻ വന്നു, ഇതാണ് വലുത്, ഇതാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു. സൂര്യൻ പോയപ്പോ എൻ്റെ റബ്ബ് അങ്ങനെ പോകുന്നവനല്ല, മറിച്ച് ഇവരൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ, അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞ് അവരെ ബോധിപ്പിച്ചത്. അതുകൊണ്ടാണ് അവർ ഇബാദത്തുകളെ, ഈ നക്ഷത്രഗോളങ്ങളെ ആരാധിക്കുന്നവരാണ്. അപ്പൊ ഇതാണ് ശിർക്കിന്റെ രണ്ട് അടിസ്ഥാനം. ആ ഒന്നാമത്തെ നമ്മൾ ഈ കാലഘട്ടത്തിൽ മെയിനായിട്ട് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. അപ്പൊ ഈ രീതിയിലാണ് മനുഷ്യ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്.
പിന്നെ അവിടെ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം വന്നു, ആ സമൂഹത്തെ തിരിച്ചു വിളിച്ചു. അതിൽ കുറച്ച് ആൾക്കാർ വന്നു, മറ്റുള്ള ആൾക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചു. പിന്നീട് ഇങ്ങനെ കാലഘട്ടം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലെത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കൾ, ഇസ്മായിൽ, ഇസ്ഹാഖിൽ നിന്ന് യാക്കൂബ്, അങ്ങനെ ബനൂ ഇസ്രായേൽ. അവരിലേക്ക് ഇങ്ങനെ പ്രവാചകന്മാർ ഓരോ ആൾക്കാർ മാറി 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 വന്നുകൊണ്ടിരുന്നു. ഇവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, അറബികളിലേക്ക് ഇസ്മായിൽ നബി അലൈഹിസ്സലാം വന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ശേഷം ഒരു പ്രവാചകൻ അറബികളിലേക്ക് വന്നിട്ടില്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധവാന്മാരാണ്. അപ്പോൾ വേദഗ്രന്ഥം ഇറങ്ങാത്തൊരു വിഭാഗമാണ് അറബികൾ. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്ക് വരുമ്പോൾ, അറബികള് വിഗ്രഹങ്ങളെ വെച്ച് പൂജിക്കുന്ന ആൾക്കാരായിരുന്നു. കഅബയ്ക്ക് ചുറ്റും വിഗ്രഹങ്ങളായിരുന്നു. അതിൽ ഏറ്റവും വലിയ വിഗ്രഹം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രൂപമാണ്. പിന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ 2 ആൾക്കാരുടെ ചിത്രവും കഅബയുടെ ചുമരിൽ വരച്ചിരുന്നു. ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന്റെ അന്ന് അത് വായിക്കാൻ പറഞ്ഞു സഹാബാക്കളോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ലുഹൈ അൽ ഖുസായിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അദ്ദേഹം ജീവിച്ചത്, അംർ ഇബ്നു ലുഹൈ അൽ ഖുസായി ജീവിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി വരുന്നതിന്റെ, റസൂലായി വരുന്നതിന്റെ ഏകദേശം 400 അല്ലെങ്കിൽ 350 വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് റസൂൽ എന്താ പറഞ്ഞത്? അവ്വലു മൻ ഗയ്യറ ദീന ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ദീനിനെ ആദ്യമായി വികലമാക്കിയവൻ ഇവനാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന്റെ, നുബുവത്ത് കിട്ടുന്നതിന്റെ 400 വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്തുണ്ടായിരുന്നു? ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആ തൗഹീദിൽ, ആ ശരീഅത്തിൽ ഇസ്ലാം ബാക്കിയായിരുന്നു അറബികളിൽ. അപ്പോൾ അതിന്റെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളെ പോലെ അവരും ഇസ്ലാമിലായിരുന്നു, തൗഹീദിലായിരുന്നു. അവ പിന്നെയാണ് അംർ ബിൻ ലുഹൈ അൽ ഖുസായി വന്ന് ഷാമിൽ നിന്ന് ഒരു വിഗ്രഹം കൊണ്ടുവന്ന് കാബയിൽ വെച്ചു. ഷാമിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. അങ്ങനെയാണ് അറബികൾക്ക് ഈ വിഗ്രഹാരാധന അവരിലേക്ക് കടന്നു വരുന്നത്. അറബികൾ ആരായിരുന്നു? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിലായിരുന്നു, അവർ തൗഹീദിലായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ എങ്ങനെയാണോ ശിർക്ക് വന്നത്, അതേപോലെയാണ് അറബികളിലേക്കും പിന്നീട് ശിർക്ക് വന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിലായിരുന്നു അവർ. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സാറത്തിൽ ഔസാനു ലതി കാനത് ഫീ ഖൗമി നൂഹ്, അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനങ്ങളിൽ ഉണ്ടായ ആ വിഗ്രഹങ്ങൾ, ആ മഹത്തുക്കളുടെ രൂപങ്ങൾ, അത് തന്നെയാണ് പിന്നീട് അറബികളിലേക്ക് വന്നതും. ഇബ്നു അബ്ബാസ് പറയാണ്, അമ്മാ വദ്ദുൻ ഫകാനത് ലികൽബിൻ ബിദൗമത്തിൽ ജന്ദൽ, കൽബ് ഗോത്രത്തിനായിരുന്നു ആര്? വദ് എന്ന രൂപം കൽബ് ഗോത്രത്തിനുള്ളതാണ്. അമ്മാ സുവാഉൻ ഫകാനത് ലിഹുദൈൽ, സുവാ ഹുദൈൽ ഗോത്രത്തിനുള്ളതാണ്. അമ്മാ യഗൂസ് ഫകാനത് ലിമുറാദിൻ സുമ്മ ലിബനി ഉതൈഫിൻ ബിൽ ജൗഫി, യഗൂസ് എന്നുള്ളത് ആദ്യം മുറാദ് ഗോത്രത്തിനാണ്, പിന്നെ അതെടുത്തേക്ക് മാറി ഉതൈഫ് ഗോത്രത്തിലേക്ക് മാറി. അമ്മാ യഊഖ് ഫകാനത് ലിഹമദാന, യഊഖ് ഹമദാൻ ഗോത്രത്തിൽ, യമനിലുള്ള ഭാഗമാണ് ഹമദാൻ. പിന്നെ അമ്മ നസ്റുൻ ഫകാനത് ലിഹിംയറ ലിആലി ദിൽ കിലാ, അതും യമനിലെ ഒരു ഗോത്രമാണ് അറബികൾ. അപ്പോൾ അന്ന് നൂഹ് നബി അലൈഹിസ്സലാം ഉണ്ടായ ആ വിഗ്രഹങ്ങൾ, ആ മഹത്തുക്കളുടെ രൂപങ്ങളാണ് പിന്നീട് അറബികളിലേക്ക് വന്നത്. ഇനി ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ലാത്ത ഉസ്സ മനാത്ത, അവർക്കാരായിരുന്നു? വലിയ മഹത്തുക്കളായിരുന്നു, ആ സമൂഹത്തിൽ ജീവിച്ച മഹത്തുക്കളായിരുന്നു, നല്ലവരായിട്ട് അറിയപ്പെട്ട വിഭാഗം ആൾക്കാരായിരുന്നു അവരൊക്കെ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽ എങ്ങനെയാണോ ശിർക്ക് വന്നത് മുസ്ലിങ്ങളിൽ, അതേപോലെ തൗഹീദുള്ള ആൾക്കാരിൽ, മുവഹിദീങ്ങളിലാണ് ശിർക്ക് വന്നത്. അവരിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വന്നത്. അപ്പം തൗഹീദിലുണ്ടായിരുന്നു, എല്ലാവരും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ശരീഅത്തിലായിരുന്നു. ആ ശരീഅത്തിൽ ഇങ്ങനെ ജീവിച്ചു വരുമ്പോഴാണ് അവരിലേക്ക് ആ മഹത്തുക്കളുടെ രൂപങ്ങളിലൂടെ ശിർക്ക് കടന്നു വന്നത്. അവരെ തിരിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പൊ ഏകദേശം ശിർക്കിന്റെ ആ രൂപം മനസ്സിലപ്പെട്ടിട്ടില്ലേ. പിന്നെന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, മക്ക ഫത്ഹായി. ശേഷം ഖുലഫാ റാഷിദീങ്ങളുടെ കാലം കഴിഞ്ഞു. പിന്നീട് ഷിയാക്കളായി, ഫാത്തിമിയാക്കൾ, ഉബൈദിയാക്കൾ, റാഫിദിയാക്കൾ, 3 വിഭാഗം ആൾക്കാർ, ഷിയാ ഭരണകൂടം. അവരുടെ കാലത്താണ് പിന്നീട് രണ്ടാമതും ഈ ഉമ്മത്തിലേക്ക് ജാറ സംസ്കാരത്തിലൂടെ ശിർക്ക് കടന്നു വരുന്നത്. ആദ്യം രൂപങ്ങളായിരുന്നു, അത് മാറി. പിന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ അറബികളിൽ പിന്നീട് രൂപങ്ങൾ വന്നു. പിന്നെ ആ രൂപങ്ങളിൽ വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ വന്നത്? ഖബറിന്റെ രൂപത്തിലാണ്. പിന്നെ ഫാത്തിമിയാക്കളാണ് ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഈ ഉമ്മത്തിലേക്ക് ജാറ സംസ്കാരം കൊണ്ടുവരുന്നത്. പിന്നെ ജാറങ്ങളിലൂടെയായി ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്. പിന്നീട് അങ്ങോട്ട് അതാണ് കാണാൻ കഴിയും. ഇതൊക്കെ എന്താണ്? ഒരു തുടർച്ചയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കാലം മുതൽ ഇങ്ങനെ തുടർന്നു വരാൻ ആ ചങ്ങല. അപ്പൊ ഇന്ന് അതാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുവഹിദീങ്ങള്, മുസ്ലിമീങ്ങള് ജാറത്തിൽ പോയി ആ അള്ളാഹുവിലേക്ക് അഭയം തേടാൻ. അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങൾ എന്തിനാണോ ഈ മഹത്തുക്കളുടെ ബിംബങ്ങളെ സമീപിച്ചത്, അതേ ഒരു രൂപത്തിലാണ് ഇന്ന് ആൾക്കാർ ജാറത്തിലെ ആൾക്കാരെ സമീപിക്കുന്നത്, മഹത്തുക്കളെന്ന് പറയപ്പെടുന്നവരെ സമീപിക്കുന്നത്. 2 ഉദാഹരണം, 2 ആയത്ത് പറഞ്ഞാൽ തിരിയും. അള്ളാഹ് പറയാണ്, മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസത്തെ സംബന്ധിച്ച് അള്ളാഹ് പറയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ, സാമീപ്യമുള്ളവരെ സ്വീകരിക്കുന്ന ആൾക്കാർ, അവർ പറയും മാ നഅബുദുഹും, നമ്മൾ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ ചെയ്യുന്നില്ല, എന്തിനല്ലാതെ ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഈ രൂപങ്ങൾ, ഈ മഹത്തുക്കൾ നമ്മളെ അള്ളാഹുവിലേക്ക് പടിപടിയായി അടുപ്പിക്കാനല്ലാതെ ഈ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇബാദത്തുകൾ ചെയ്യുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അന്ന് മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞ അതേ വാക്ക് ഇന്ന് നമുക്ക് ആരിൽ നിന്ന് കേൾക്കാൻ കഴിയും? നമ്മുടെ നാട്ടുകാരിൽ നിന്നും കേൾക്കാൻ കഴിയും. ജാറത്തിനടുക്കലേ പോകുന്നില്ല, അത് അള്ളാഹുവാണ്, എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ ജാറത്തിൽ പോകുന്ന ഒരാൾ പറയാണ്, അത് അള്ളാഹുവാണെന്ന് എനിക്ക് വിശ്വാസമില്ല, എന്നെ സൃഷ്ടിച്ചത് അവനല്ല, അള്ളാഹുവാണ്, എനിക്ക് രോഗം നൽകുന്നവർക്ക് അവനാണ്, പക്ഷെ ഞാൻ എന്തിനാ ജാറത്ത് പോകുന്നത്? അത് അള്ളാഹുലേക്ക് സാമീപിച്ച് വലിയ വലിയ മഹത്തുക്കളല്ലേ, നമുക്ക് അള്ളാഹുവിനെ നേരിട്ട് ചോദിക്കാൻ പറ്റും, നമ്മൾ പാപികളാണ്. അപ്പൊ അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കണം. അന്ന് മക്കത്തെ മുശ്രിക്കും അതേ വാക്കാണ് പറഞ്ഞത്, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഒരിക്കലും മക്കത്തെ മുശ്രിക്ക് ആ ബിംബങ്ങൾ നമ്മളെ സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. ആകാശഭൂമികളെ സൃഷ്ടിച്ചതാര്, അതിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതാര്, മഴ വർഷിപ്പിക്കുന്നതാര്, നിങ്ങളെ മരിപ്പിക്കുന്നതാര്, നിങ്ങളെ ജീവിപ്പിക്കുന്നതാര്, ഇതൊക്കെ ചോദിച്ചാൽ അവർ എന്ത് പറയും? ഫസയഖൂലൂന അല്ലാഹ്, മക്കത്തെ മുശ്രിക്ക് പറയും അള്ളാഹുവാണെന്ന്. അതിലവർക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. മറിച്ച് അവരെന്തിനാണ് പിന്നെ ഈ വിഗ്രഹങ്ങളെ സമീപിച്ചത്, ഈ മഹത്തുക്കളുടെ രൂപങ്ങളിലേക്ക് സമീപിച്ചത്? ലിയുഖർരിബൂനാ ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സുൽഫ, പടിപടിയായിട്ട് നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് മക്കത്തെ മുശ്രിക്ക് ആ കഅബക്ക് ചുറ്റും വെച്ച മഹത്തുക്കളുടെ രൂപങ്ങളെ സമീപിച്ചത്. ഇന്നും നമ്മുടെ സമൂഹം എന്തായിരുന്നു? അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിന് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ, അതിനൊക്കെ എവിടെ സമീപിക്കുന്നു? ജാറത്തിനെ സമീപിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശരിക്കൊന്ന് ചിന്തിച്ചാൽ ഈ ചരിത്രത്തിൽ നമുക്ക് ഏറെ ഗുണപാഠമുണ്ട്. നമ്മുടെ സമൂഹം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ചരിത്രം പഠിച്ചാൽ ശരിക്കും ബോധ്യപ്പെടും. അത് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ ചിന്തിക്കുക. രണ്ടാമത്തെ ആയത്ത്, وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ وَيَعْبُدُونَ, അവർ ഇബാദത്തുകൾ ചെയ്യുന്നു, മിൻ ദൂനില്ലാഹി, അല്ലാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്തുകൾ ചെയ്യുന്നു. ആര്? മക്കത്തെ മുശ്രിക്കീങ്ങൾ. ആർക്ക് ഇബാദത്ത് ചെയ്തത്? അല്ലാഹു അല്ലാത്ത ആർക്ക് ഇബാദത്ത് ചെയ്തത്? ലാത്ത, മനാത്ത, ഉസ്സ,
പിന്നെ പറയപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള 5 വിഗ്രഹങ്ങൾ, 5 മഹത്തുക്കളുടെ രൂപങ്ങൾ, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, അതൊക്കെ മക്കാബിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെ രൂപങ്ങളാണ്, ചിത്രങ്ങളാണ്. അപ്പൊ ആ മഹത്തുക്കളെ അവർ സമീപിച്ചു എന്തിന്? ലാ യദുറുഹും വലാ യൻഫഉഹും. ആ മഹത്തുക്കളൊന്നും അവർക്ക് ഒരു ഉപദ്രവവും ചെയ്യൂല, ഒരു ഉപകാരവും ചെയ്യൂല. അങ്ങനെ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ആ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്തുകൾ ചെയ്തത് എന്തിനാണ്? വയഖൂലൂന, അവരുടെ ആ വാദം അനുസരിച്ചാണ്. അവർ എന്തിനാണ് ഇബാദത്തുകൾ ചെയ്തത്? ആ മഹത്തുക്കൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്തു, അതിനോട് ഇസ്തിഗാസ ചെയ്തു, അതിനോട് ഇസ്തിശ്ഫാ നടത്തി, ഷഫാഅത്തിനെ തേടി, അതിനോട് സഹായം ചോദിച്ചു, അതിൽ നിന്നും സഹായം പ്രതീക്ഷിച്ചു, അതിൽ നിന്നും ബുദ്ധിമുട്ടുകൾ തടയുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി, അതുകൊണ്ട് തേടി, അതുകൊണ്ട് ഒരു ഭവ്യതയോടെ അതിന്റെ മുകളിൽ പോയി നിന്നു. എന്തിന്? അവർ അവരുടെ ഒരു വാദമാണ്. അവർ പറയും ഹഉലാഇ, ഈ മഹത്തുക്കൾ. അന്ന് അവർ പറഞ്ഞ ആ ചൂണ്ടിക്കാട്ടിട്ട് പറഞ്ഞു ഈ മഹത്തുക്കൾ. ഇന്ന് നമ്മുടെ നാട്ടിൽ പറയും ഈ ഖബറിൽ കിടക്കുന്ന ആള്, അല്ലെങ്കിൽ ആ ജാറത്തിൽ കിടക്കുന്ന ആള് എന്താണ്? ശുഫആഉന, നമ്മുടെ ശുപാർശകരാണ്. ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ മഹത്തുക്കളെ അന്ന് മക്കത്തെ മുശ്രിക്കീങ്ങള് അവർ ഏത് അള്ളാഹുവിന് പുറമെ ആർക്കാണോ ഇബാദത്ത് ചെയ്തത് ആ മഹത്തുക്കൾ ഒരിക്കലും അവർ അള്ളാഹുവായി കണ്ടിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനക്ക് തുല്യമായി കണ്ടിരുന്നില്ല, അള്ളാഹുവിനെ പോലെയല്ല, ഒരിക്കലും അങ്ങനെ കണ്ടിരുന്നില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ലിയുഖർരിബൂന ഇലല്ലാഹി എന്ന് പറയൂല. കാരണം അള്ളാഹുവിനെയും ആ മഹത്തുക്കളെയും ഒരേപോലെ കണ്ടിരുന്നെങ്കിൽ ആ മഹത്തുക്കളിലൂടെ അള്ളാഹുലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ, രണ്ടും ഒരേപോലെ അല്ലേ. അള്ളാഹ് എപ്പോഴും മുകളിൽ കണ്ടു. ആ അള്ളാഹുലേക്ക് എടുക്കാനുള്ള വസീലയായിട്ടാണ് ഈ മഹത്തുക്കളെ മക്കത്തെ മുശ്രിക്കീങ്ങൾ കണ്ടത്. ഏതുപോലെ? നമ്മുടെ നാട്ടുകാർ ഇന്ന് ജാറത്തെ കാണുന്നത് പോലെ. വളരെ വ്യക്തമാണ് കാര്യം, വളരെ വ്യക്തമാണ്. ചരിത്രം അബ്ദുല്ലാഹ് അബ്ബാസിന്റെ സഹീഹ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഖുർആന്റെ ആയത്തുകൾ, അതല്ലാതെ വേറൊരാള് ഞാൻ ഉദ്ധരിച്ചിട്ടില്ല, ആരും ഞാൻ പറഞ്ഞിട്ടില്ല. ഖുർആന്റെ ആയത്തുകളും അബ്ദുല്ലാഹ് അബ്ബാസിന്റെ സഹീഹായ ഹദീസുകളും മാത്രമാണ് ഇത്രയും സമയം ഞാൻ സംസാരിച്ചത്. ഇമാം റാസി റഹ്മഹുല്ലാ, റാസിന്റെ തഫ്സീർ, അദ്ദേഹം പറയാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ അന്നഹും ജഅലു ഹാദിഹിൽ ഔസാന വൽ അസ്നാം, അവര് ആര്? മക്കത്തെ മുശ്രിക്കീങ്ങള് അവർ ആ ബിംബങ്ങളെ, ആ രൂപങ്ങളെ അവർ ഉണ്ടാക്കി വെച്ചത് അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം, അവരുടെ അംബിയാക്കന്മാരുടെയും അവരുടെ വലിയ വലിയ മഹത്തുക്കളുടെയും രൂപങ്ങളിലായിരുന്നു. മക്കത്തെ മുശ്രിക്കീങ്ങൾ അന്ന് കഅബക്ക് ചുറ്റും വെച്ച വിഗ്രഹങ്ങള് ആരുടേതായിരുന്നു? അംബിയാക്കന്മാരുടെയും അവരിൽ മരണപ്പെട്ടു പോയ മഹത്തുക്കളുടെയും രൂപങ്ങളിലായിരുന്നു. വസഅമു, എന്നിട്ട് അവർ വാദിച്ചു, അന്നഹും മതസ്തഗലു ബിഇബാദത്തി ഹാദിഹിൽ ഔസാനി വൽ അസ്നാം, ഈ അസ്നാമുകൾക്ക് മുമ്പിൽ, ഈ രൂപങ്ങൾക്ക് മുമ്പിൽ അവർ എപ്പോഴൊക്കെയാണോ ഇബാദത്തുകൾ ചെയ്ത് വ്യാപൃതരാകുന്നത്. നമ്മളല്ലേ വർഷത്തിലൊക്കെ ഇപ്പൊ ഉറൂസിന്റെ സമയമാണ്. എന്താ ഉറൂസ് എന്ന് പറഞ്ഞാൽ? എന്താ? ഒരാഘോഷം. അവർ നമ്മുടെ നാട്ടുകാർ ഉണ്ടാക്കിയ ഒരു ആഘോഷം. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. കാരണം ഒരു ചെറിയ എല്ലാവർക്കും തിരിയുന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇസ്ലാമിലെ ആഘോഷം രണ്ടാഘോഷം അല്ലെ, വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും. ഹദീസിന്റെ കിതാബ് എന്തെടുത്ത് നോക്കിയാലും അതിനുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റു, ചെറിയ പെരുന്നാൾക്ക് ചെയ്യേണ്ട സുന്നത്തുകൾ, വലിയ പെരുന്നാൾക്ക് ചെയ്യേണ്ട സുന്നത്തുകൾ, എന്തൊക്കെ ഇബാദത്തുകളായിരുന്നു ചെയ്തിരുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, എല്ലാം അതിലുണ്ട്. നമ്മളൊക്കെ അത് ഫിഖിയിൽ പഠിക്കുകയും ചെയ്തു. എപ്പോഴും ഉറൂസിനെ സംബന്ധിച്ച് പഠിച്ചില്ല ഫിഖിയിൽ. ഉറൂസിന്റെ സുന്നത്തുകൾ, ഉറൂസിന്റെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം ഏത് ചെയ്യണം പിന്നെ ഏത് ചെയ്യണം ഉണ്ടാ? ഇല്ല. അതൊക്കെ ആരൊക്കെ ഉണ്ടാക്കിയതാണ്. ഇസ്ലാമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. അതൊക്കെ പൈസക്ക് വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടാക്കിയതെന്ന് മാത്രം മനസ്സിലാക്കുക. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല എന്ന് ഉറപ്പിച്ച് പറയാം, 100%. അതെന്തിനാണ് ഉണ്ടാക്കിയത്? ഇങ്ങനത്തെ ഓരോ ഇതിനു വേണ്ടിയിട്ടാണ്, ഇങ്ങനത്തെ ഓരോ സമ്പ്രദായത്തിന് വേണ്ടിയിട്ട്. അല്ല, അവർ എപ്പോഴൊക്കെയാണോ ആ ബിംബങ്ങൾക്ക് മുമ്പിൽ അവർ ഇബാദത്ത് കൊണ്ട് വ്യാപൃതരാകുന്നത്, അപ്പം അവരെന്ത് ചെയ്യും? യകൂനൂന ശുഫആഅൻ ലഹും ഇൻദല്ലാഹി. മക്കത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം പറയും ഇമാം റാസി. ആ ബിംബങ്ങൾക്ക് മുമ്പിൽ ഇബാദത്തുകൾ സമർപ്പിച്ചാൽ
ആ ബിംബങ്ങളുള്ള മഹത്തുക്കൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി ശുപാർശകരാകും എന്ന വിശ്വാസത്തോടു കൂടി ഇത്ര പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ഇമാം റാസി പറയാണ്, വഹാകദ ഫീ സമാനിന ഹാദ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇതേപോലെ ഖൽഖുൻ കസീറുൻ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അവരെന്താക്കി? മഹത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ അടുക്കൽ അതിനെ ബഹുമാനിച്ചു, ആദരിച്ചു. എന്നിട്ട് അവർ പറയും, അവർ വാദിക്കും, ഈ ഖബറിൽ കിടക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കുകയും അവർക്ക് അടിയിൽ ചെന്ന് ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്താൽ അവർ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശകരാകുമെന്നുള്ളൊരു വാദത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് ഒരു വിഭാഗം ആൾക്കാർ ചെയ്യുന്നു എന്ന് ആര് പറഞ്ഞു? ഇമാം റാസി. നമ്മളും അതേപോലെ പറയും, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഏതുപോലെ? ഇമാം റാസി അന്ന് ആ നാട്ടുകാരെ മക്കത്തെ മുശ്രിക്കുകളാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളും പറയും, നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ ഇന്ന് മക്കത്തെ മുശ്രിക്കാക്കിയതുപോലെ ആക്കുന്നുണ്ട്. അഥവാ ശിർക്ക് കടന്നു വന്നത് ഏതിലൂടെയാണ്? അമ്പലങ്ങളിലൂടെയോ ഈ ഐതിഹ്യങ്ങൾ, കഥാപാത്രങ്ങൾ, ഐതിഹ്യ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരിലൂടെ എല്ലാം. മറിച്ച് ഈ ഉമ്മത്തിൽ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളുടെയും മഹത്തുക്കളുടെയും ഖബറുകളിലൂടെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വന്നത്. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ. അവിടെ പ്രിയമുള്ളവരെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആരെയും ആക്ഷേപിക്കാനോ ആരെയും വേദനിപ്പിക്കാനോ എന്നൊക്കെയല്ല പറയുന്നത്. മറിച്ച് ഇതാണ് ഹക്ക്, ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം. വിജയിക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഖബറിന്റെ അങ്ങോട്ട് വിജയിക്കണമെങ്കിൽ ഈ ഒരു മാർഗം പിൻപറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് ചിന്തിക്കുക. അള്ളാഹു നൽകിയ ബുദ്ധി കൊണ്ട് ഖുർആന്റെ ആയാത്തുകളെ ചിന്തിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ചിന്തിക്കുക. എപ്പോഴും നിരന്തരമായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖൻ വർസുഖ്ന ഇത്തിബാഅഹ് വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബഹ്. അല്ലാഹുവേ, ഹഖിനെ നീ ഹഖായി കാണിച്ചു തരണേ, അതിനെ സ്വീകരിക്കാനും നീ തൗഫീഖ് നൽകണേ. ബാത്തിലിനെ, നശിച്ചതിനെ, പിഴച്ചതിനെ നീ പിഴവായി തന്നെ എനിക്ക് ബോധ്യപ്പെടുത്തി തരണം, അതിനെ ഒഴിവാക്കാനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം എന്ന ദുആ നിരന്തരമായി ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ദുആ എല്ലാ സമയത്തും ദുആ ചെയ്യുക. മക്കളെ ദീൻ പഠിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുക, സഹാബാക്കളെ പരിചയപ്പെടുത്തുക. തികച്ചും ഒരു 10 സഹാബാക്കളുടെ പേര് പറയാൻ അറിയാത്ത മക്കളാണ് നമ്മുടെ മക്കളെങ്കിൽ ആ ഇസ്ലാമുമായിട്ട് നമ്മുടെ മക്കൾക്ക് ഒരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കുക. അടുപ്പപ്പെട്ടവരെ, ഉമ്മമാരെ, ഉപ്പമാരെ, മക്കളെ ദീൻ പഠിപ്പിക്കുക, റസൂലിനെ പരിചയപ്പെടുത്തുക, അതായത് റസൂലിന്റെ സുന്നത്തിനെ പരിചയപ്പെടുത്തുക, സഹാബാക്കളെ പരിചയപ്പെടുത്തുക, സഹാബാക്കളുടെ ചരിത്രങ്ങൾ, കഥകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവരാണ് നേതാക്കന്മാർ, അവരാണ് പിൻപറ്റേണ്ടതെന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. മറ്റെല്ലാ മ്ലേച്ഛതകളെയും വൃത്തികെട്ടന്മാരെയും മനസ്സിൽ നിന്ന് നീക്കിക്കളയുക. അവരെ ആ രീതിയിൽ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവരൊക്കെ ബാത്തിലാണ്, യാതൊരു ഖൈറും അവരിലില്ല എന്നും ബോധ്യപ്പെടുത്തി കൊടുക്കണം മക്കൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കുമാറാകട്ടെ. എല്ലാവിധ ശർറിൽ നിന്നും നമ്മളെയും നമ്മുടെ മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹക്കായ തൗഹീദ് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതിനുവേണ്ടി ജീവിക്കാനും അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അവർക്ക് അല്ലാഹു മാപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ, പിഴവുകൾ, അറിവില്ലായ്മ കൊണ്ടുവന്ന തെറ്റുകൾ അല്ലാഹുവെല്ലാം മാപ്പാക്കി അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ സാമീപ്യമുള്ള നല്ല ആൾക്കാരെ അല്ലാഹു അവരെ സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. നമുക്ക് അല്ലാഹു ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ തൗഹീദ് മുറുകെ പിടിച്ച് യാതൊരു രീതിയിലുള്ള ശിർക്കും കടന്നു വരാതെ മുവഹിദായി സുന്നത്തിനെ സ്നേഹിച്ച് സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി അതിനൊക്കെ നന്മകളാക്കി അല്ലാഹു മാറ്റി എഴുതട്ടെ. അവസാനം മരിക്കുന്ന സമയം മുവഹിദായി സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ആളായി അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമയായി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതിലൊക്കെ സമയം ചിലവഴിക്കാൻ അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.